ചെങ്കോട്ടയ്ക്ക് സമീപം സുഭാഷ് മാർക്കറ്റ് ട്രാഫിക് സിഗ്നലിലുണ്ടായ കാർ ബോംബ് സ്ഫോടനം രാസവസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഉണ്ടായതാകാമെന്ന് സംശയിച്ച് വിദഗ്ധർ. സ്ഫോടനത്തിന് ശേഷം നടന്ന പ്രാഥമിക പരിശോധനകളിൽ സ്ഫോടന കുഴികളിലോ ചീളുകളോ കണ്ടെത്താനായിട്ടില്ല. അമോണിയം നൈട്രേറ്റും RDXും ചേർന്നുള്ള രാസമിശ്രിതമാകാം പൊട്ടിത്തെറിച്ചതെന്നാണ് വിദഗ്ധരുടെ പ്രാഥമിക അവലോകനമെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടനത്തിന് തൊട്ട് പിന്നാലെ ഫോറൻസിക് ഭീകരവിരുദ്ധ വിദഗ്ധർ സ്ഥലത്തെത്തിയിരുന്നു. വിശദമായ പരിശോധനയിൽ സ്ഫോടക കുഴികളും ചീളുകളും കണ്ടെത്താനായില്ല. ഇത് അന്വേഷണ സംഘത്തിനിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുമുണ്ട്. അതേസമയം കാർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ കുഴി രൂപപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ തീവ്രമായ ഒരു രാസവസ്തുവാകാം അപകടത്തിന് കാരണമായത്. ഇതൊരു ഉയർന്ന നിലവാരമുള്ള സ്ഫോടക വസ്തുവാണെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. അമോണിയം നൈട്രേറ്റും RDXും ചേർന്ന മിശ്രിതത്തിന്റെ സാധ്യതയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഫരീദാബാദിൽ നടന്ന സംഭവവുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ്. ഡൽഹി പോലീസിൽ നിന്ന് കേസ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഫോടനത്തിൽ ഉൾപ്പെട്ട HR 267674 എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള I-20 കാറിന്റെ ഉടമ ഗുരുഗ്രാമത്തിൽ നിന്നുള്ള സൽമാനാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മാർച്ച് മാസത്തിൽ ദേവേന്ദ്ര എന്നൊരാൾക്ക് താൻ ഈ കാർ വിറ്റുവെന്നാണ് ഇദ്ദേഹം പോലീസിനെ അറിയിച്ചത്. കാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയുമാണ്. അതേസമയം ചില വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചതായും അതിലൊന്ന് പുൽവാമയിലെ ഒരാളുടേതാണെന്ന് കണ്ടെത്തിയതായും പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശത്തിലെ സങ്കീർണതകൾ സംശയമുണർത്തുന്നുണ്ട്. കാരണം ചാവേർ ബോംബ് സ്ഫോടനങ്ങൾക്ക് ഭീകര സംഘടനകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. കാറിൽ കുറഞ്ഞത് 3 പേരെങ്കിലും ഉണ്ടായിരുന്നു. കാർ വാടകയ്ക്ക് എടുത്തതാകാമെന്നാണ് സംശയിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങളിൽ 1 or 2 പേർ മാത്രമാണ് ഉണ്ടാകാറുള്ളൂ എന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 230-ലധികം CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് നിർണായകമാണ്. വാഹനത്തിന്റെ സഞ്ചാരപാത നിർണ്ണയിക്കാൻ ഇത് പോലീസിനെ സഹായിച്ചിട്ടുമുണ്ട്. കൂടാതെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറും ഇതിലൂടെ കണ്ടെത്തി. കാർ ദരിയാഗഞ്ച് ഭാഗത്തു നിന്നാണ് വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്.